കുളങ്ങൾ പുറമ്പോക്കുന്ന ലാൻഡ് റവന്യൂ കമ്മീഷണർ അല്ലെന്ന പാലക്കാട് കളക്ടറുടെ സർക്കുലർ. റവന്യൂ വകുപ്പിലെ 2 ഉത്തരവുകൾ പാലക്കാട് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി പരാതി. മാത്രമല്ല, കളക്ടറുടെ സർക്കുലറിന്റെ മറവിൽ ജില്ലയിൽ വ്യാപകമായി കുളങ്ങൾ നികത്തുന്നതായും പ്രകൃതി സ്നേഹികൾ ആരോപിക്കുന്നു. ജനം എക്സ്ക്ലൂസീവ്. ആയിരത്തി 1964 കേരള ഭൂമി പതിവ് ചട്ടങ്ങളിലെ ചട്ടം 11 ഉപചട്ടം 2 പ്രകാരം കേരള ഭൂസംരക്ഷണ നിയമത്തിന് കീഴിൽ പുറമ്പോക്ക് എന്ന നിർവചനത്തിൽ ഉൾപ്പെട്ടവയാണ് കുളങ്ങളെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവാണിത്. അതായത് കുളങ്ങൾ നികത്താൻ പാടില്ല എന്നും 57 ഭൂസംരക്ഷണ നിയമം 3-4 വകുപ്പ് പ്രകാരം കുളങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമായതും പൊതുകാര്യങ്ങൾക്കോ ഗ്രാമീണരുടെ സാമൂഹിക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതും നികുതി ചുമത്തപ്പെടാത്ത ഭൂമികളുമാണെന്ന് സാരം. മാത്രമല്ല, 60 കേരള പഞ്ചായത്ത് നിയമം, 94 കേരള പഞ്ചായത്ത് രാജ് 208 വകുപ്പ് പ്രകാരവും കേരള മുനിസിപ്പാലിറ്റി ആക്ട് വകുപ്പ് 208A പ്രകാരവും പൊതുജന സുരക്ഷ, ആരോഗ്യം എന്നിവ മുൻനിർത്തി കേരളത്തിലെ ജലാശയങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിൽ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിലെല്ലാം കുളം ഉൾപ്പെട്ട് വരുന്നുമുണ്ട്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 വകുപ്പ് 11 പ്രകാരം തണ്ണീർത്തടങ്ങൾ ഒന്നും തന്നെ പരിവർത്തനപ്പെടുത്താൻ പാടുള്ളതല്ല എന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായ സർക്കുലറാണ് പാലക്കാട് ജില്ലാ കളക്ടറുടെ പേരിൽ ഉള്ളത്. തണ്ടപ്പേരിലുള്ള ഭൂമി കുളം എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും ആയതിന് ഭൂനികുതി വാങ്ങാവുന്നതും കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതുമാണ് എന്നുമാണ് സർക്കുലറിൽ ഉള്ളത്. തണ്ടപ്പേർ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഭൂമിക്ക് LR ആക്ട് ബാധകമാക്കേണ്ട ആവശ്യമില്ല എന്നും സർക്കുലറിൽ പറയുന്നു. ഒരേ വകുപ്പിൽ നിന്ന് തന്നെ 2 തരം സർക്കുലർ ഇറങ്ങുമ്പോൾ ഏതാണ് ശരിയെന്ന ആശയക്കുഴപ്പത്തിലാണ് ജനങ്ങൾ. മാത്രമല്ല, കളക്ടറുടെ സർക്കുലറിന്റെ മറവിൽ ജില്ലയിൽ വ്യാപകമായി കുളങ്ങൾ നികത്തുന്നതായും പരാതിയുണ്ട്. ഈ കുളങ്ങൾക്ക് നികുതി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി, ഇത് സർക്കാർ ലാൻഡാണെന്ന് വ്യക്തമാക്കി ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഒരു സർക്കുലർ പാലക്കാട് ജില്ലാ കളക്ടറുടെ പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ സർക്കുലർ മുൻനിർത്തിയാണ് ജില്ലയിൽ വ്യാപകമായി കുളങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കുലറിൻ്റെ ആധികാരികത സംബന്ധിച്ച് സംശയം ഉയർന്നപ്പോൾ ഈ സർക്കുലർ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കലക്ടർക്ക് പരാതി നൽകിയെങ്കിലും ആ പരാതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് വ്യക്തമാക്കണം, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കത്താണോ ആധികാരികം അതോ കലക്ടറുടെ പേരിൽ ഇറങ്ങിയ കത്താണോ ആധികാരികം എന്നത്. അതേസമയം റവന്യൂ രേഖകളിൽ കുളങ്ങൾ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലാണെന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് നികത്തപ്പെട്ടവ പോലും രേഖകളിൽ മാറ്റാൻ സർക്കാർ തലത്തിൽ വിശദമായ ചർച്ചയും നയപരമായ തീരുമാനവും വേണമെന്നും വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്ന് നിർദ്ദേശം സമർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ കളക്ടറുടെ സർക്കുലർ എങ്ങനെ സാധുവാകുമെന്നതും ചോദ്യചിഹ്നമാണ്. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.